നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ വചനം എവിടെ നിന്നാണ് വന്നതെന്ന്, അല്ലേ? യേശു പറഞ്ഞൊരു കാര്യമാണിത്. വായിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നത് അതൊരിക്കലും പെട്ടെന്ന് വന്നതല്ല. നമ്മുടെ ഹൃദയത്തിൽ നിരൂപണങ്ങളായിട്ട് കവിഞ്ഞു മറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് വായിലൂടെ നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾ പറയുന്ന ഏതൊരു വാക്കും ഏതൊരു കാര്യവും അവരുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർ കാണാതെ എന്തെങ്കിലും ചിന്തിക്കുന്നു, പഠിക്കുന്നു, എന്തെങ്കിലും പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതേ കാര്യം തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ വ്യക്തിത്വമായിട്ട് പുറത്തേക്ക് വരുന്നു. ഏതിലൂടെ? നമ്മുടെ വായിലൂടെ തന്നെ. അപ്പോൾ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥ നമുക്ക് കേട്ടാലോ? അപ്പോൾ ഏവർക്കും ആ കഥയിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യാണ്. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. നമുക്ക് ആദ്യം കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഒത്തിരി നാളായി സംസാരിച്ചിട്ട്. ഓക്കെ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആന്റി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ആർക്കും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ദൈവത്തിന് നന്ദി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. അപ്പൊ നമ്മുടെ ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇസഹാക്ക് എന്ന ഏക മനുഷ്യനാൽ ഗർഭം ധരിച്ചത് ആരാണ്? റബേക്ക. ശരി ഉത്തരാണ് ആന്റി, റബേക്ക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കുട്ടികൾ ജനിക്കുകയോ അവർ നന്മയോ തിന്മയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് റബേക്കയോട് അരുളി ചെയ്തത് എന്താണ്? അവിടുത്തെ പ്രവർത്തികൾ മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, അല്ല, മൂത്തവനും ഇളയവനും തമ്മിലുള്ള എന്തോ കാര്യം അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ ആന്റി. കുട്ടികൾ ജനിക്കുകയോ അവർ നന്മയോ തിന്മയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് റബേക്കയോട് അരുളി ചെയ്തത് എന്താണ്? അനുജന്റെ സേവകനായിരിക്കും. ശരി ഉത്തരവാണ് ആന്റി, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ഒരു പാട്ട് കേട്ടാലോ? ഒരു 4 വരി മതി ആന്റി. ഞാൻ പ്രിയനീ തേജസ്സേറും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ ആരാധ്യൻ യേശുപരാ അണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേറും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ. അറിയല്ലോ ആന്റി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ടേ. ഓ ശരി. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ആരെ വെറുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്? ഏശാവിനെ. ശരി ഉത്തരാണ് ആന്റി, ഏശാവിനെ.
ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? അതിന് മുൻപായിട്ട് ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാക്ഷ്യമോ വാക്യമോ അങ്ങനെ എന്തെങ്കിലും? സാക്ഷിയൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. ഓക്കെ, വാക്യം. ബൈബിൾ വാക്യവാ. ബൈബിളിലെ ഏതെങ്കിലും ആന്റിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വാക്യം പറയാൻ താല്പര്യമുണ്ടോ? ഫിലിപ്പീൻസിന്റെ 4-ാം അധ്യായത്തിലെ 19-ാം വാക്യം. എന്റെ ദൈവം തന്റെ സമ്പന്നതയിൽ നിന്ന്, തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഓക്കെ, നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനാണ്. ഈ വചനം ഇഷ്ടാണോ? എനിക്ക് ഇഷ്ടമാണ് മോനെ. ഒന്നുമില്ലായ്മയിലൊക്കെ നിന്ന് വിഷമിക്കുമ്പോ ദൈവം എനിക്ക് വചനം കിട്ടിയിട്ടുണ്ട്. വേറൊരു വചനം കൂടെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പുത്രനായ യേശു ക്രിസ്തുവിൽ ഉവ്വ് എന്ന് തന്നെ. അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് പിതാവിനോട് ചോദിക്കുന്നുണ്ടോ അതെല്ലാം അതെ എന്ന് തന്നെയാണ്. അതായത് കിട്ടും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത വചനം പോലെ തോന്നി. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ആ യേശു നടത്തി തരട്ടെ. ആന്റിക്ക് കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റി, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാം മോനെ. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. എനിക്ക് കരുണ കാണിക്കണം എന്നുള്ളവനോട് കരുണ കാണിക്കുകയും എനിക്ക് ദയ കാണിക്കണം എന്നുള്ളവനോട് ദയ കാണിക്കുകയും ചെയ്യും എന്ന് ദൈവം ആരോടാണ് അരുളി ചെയ്തത്? മോശയോട്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ ശരി ഉത്തരാണ് ആന്റി, മോശയോട്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷമായോ? സന്തോഷമായി മോനെ. ഞാൻ പെട്ടെന്ന് ബൈബിളൊന്നും നോക്കിയില്ല, സമയം കിട്ടിയില്ല. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞതാണല്ലേ? അതെ മോനെ. ഓക്കെ ആന്റി, അപ്പം എല്ലാം മനസ്സിലുള്ള ആൻസേഴ്സ് ആയിരുന്നു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു ആന്റി, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇനിയും ബൈബിളൊക്കെ വായിച്ച് ഇതുപോലെ ഓരോന്നും ഹൃദയത്തിൽ പതിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണേ ആന്റി. ഞങ്ങളെ ഓർക്കണേ മോനെ. ഓക്കെ, തീർച്ചയായിട്ടും ആന്റി, തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്നും കാണും. ഓക്കെ ആന്റി, താങ്ക് യു. ഇപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്ന സിൻഡ്രല്ല ആന്റി ആയിരുന്നു. ആന്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ നമുക്കറിയാം, എല്ലാവരും പ്രസവം കഴിയുമ്പോഴേക്കും വണ്ണം വെക്കുമല്ലേ? ഓരോ സ്ത്രീകളുടെയും ആ ഒരു നാച്ചർ വെച്ചിട്ട് വണ്ണം വെക്കാം, മെലിഞ്ഞിരിക്കാം, അതുപോലെ തന്നെ ആയിരിക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മുടെ ഈ ഒരു കഥയിലെ നായിക ആഫ്റ്റർ ഡെലിവറി വളരെ വണ്ണം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നല്ല മെലിഞ്ഞിരുന്ന ഈ ഒരു സ്ത്രീ പെട്ടെന്ന് വണ്ണം വെച്ചപ്പോൾ എല്ലാവരും കളിയാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമുണ്ട്, പണ്ടുള്ളവർക്ക് എന്ത് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഡിപ്രഷനൊന്നും ഇല്ലല്ലോ? അവരൊക്കെ കുഞ്ഞുനാൾ മുതൽ ഒരു 6-ാം ക്ലാസ് മുതൽ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്ത് അതുപോലെ അമ്മമാരെ സഹായിച്ചും അതുപോലെ ഓരോ ഷോപ്പിലായാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മൾ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്നൊരു വിവാഹ ജീവിതത്തോടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ആവാനോ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. കാരണം കുഞ്ഞിലേ തൊട്ടേ അതുമായിട്ട് മിങ്കിളായിട്ട് വന്നിട്ടുള്ളവരാണ്, ഇണങ്ങി ചേർന്ന് ജീവിച്ചിട്ടുള്ളവരാണ്. ഏത് ജോലിയും നല്ല കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കിയാലോ, പഠിക്കാനുള്ള സ്ട്രെസ്സും ഒക്കെ കൊണ്ട് അമ്മമാർ ജോലിയൊന്നും അടുക്കളയിലൊന്നും കയറ്റാതെ പഠിത്തത്തിൽ മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ പഠിക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് തള്ളിവിടുന്നു. അതുപോലെ സർവൻസ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് ആവശ്യമേ വരുന്നില്ല. അപ്പം മുതിർന്നവർ തന്നെ അതിന് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടികൾക്കാണ് ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനാണ് ഈ ഒരു ആഫ്റ്റർ ഡെലിവറിക്ക് ഇത്രയും പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. വചനത്തിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, അന്നമ്മ ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഓക്കെ ആന്റി, എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? മഴയുണ്ടോ? കാലാവസ്ഥ ഒരു ചെറിയ മഴയുണ്ട്, വലിയ മഴയില്ല. കാലാവസ്ഥ പ്രവചനക്കാര് പറയണ ഇവിടെ വലിയ റെഡ് അലേർട്ട് ഒക്കെ, പക്ഷെ ചെയ്യുമ്പോ മഴയില്ല. ഇപ്പൊ ഭയങ്കര വെയിലാ. ഓ, അത് ശരി. വെയിലാണോ മഴയാണോ ഇഷ്ടം ആന്റിക്ക്? ഏതാ മഴ ഇഷ്ടം. എന്തോ? മഴ ഇഷ്ടം.
മഴയാ ഇഷ്ടം. ആഹാ. ഞാൻ ഓക്കെ. മഴയെ പ്രേമിക്കുന്ന ആളാ. ആഹാ. ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കൊച്ചുമക്കളൊക്കെ വരാറുണ്ടോ? എല്ലാവരും സുഖമായിരിക്കണു. വരവ് മോൻ കൊച്ചു മോൻ വരലുണ്ട്. മോക്കടെ മോൻ. മോള് അവളിവിടെ ഇല്ലല്ലോ. അവള് അവിടെ പഠിക്കാല്ലേ, പഠിക്കാൻ പോയിരിക്കല്ലേ? ആ, ഓക്കെ. പഠിത്തം കഴിഞ്ഞ് ജോലിയായി. ആ, ജോലിയായി. ആ, ഓക്കെ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാലോ മോനെ. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോറിനെ കുറിച്ച് ഒരു വിലാപം കഴിക്കുവാൻ യഹോവ ആരോടാണ് അരുളി ചെയ്തത്? യെഹെസ്കേലിനോട്. ശരി ഉത്തരവാണ് ആന്റി, യെഹെസ്കേലിനോട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ഓക്കെ. ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സോർ എങ്ങനെയുള്ള ഒരു നഗരം ആയിരുന്നു? തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായിരുന്നു. ശരി ഉത്തരവാണ് ആന്റി, തുറമുഖങ്ങളിൽ പാർക്കുന്നു, അനേകം ദ്വീപുകളിലെ ജനതകളുടെ വ്യാപാരിയും ആയിരുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആസ് യൂഷ്വൽ ഒരു പാട്ട് പാടാമോ? പാടാം, 4 വരി പാടാം. പാടിക്കോ. നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നീ ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ പാതാളത്തോളം കുഞ്ഞെ നീ കാഴ്ചപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ നിസാരമാം. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമോ? പോകാലോ. ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. സോർ അഹങ്കരിച്ചിരുന്നത് എന്ത് പറഞ്ഞായിരുന്നു? ഞാൻ പൂർണ്ണ സുന്ദരിയാണെന്നും പറഞ്ഞ അഹങ്കരിച്ചേ. ശരി ഉത്തരാണ് ആന്റി, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനുമ്പായിട്ട് ആന്റി ഒരു വചനം പറയോ? ഇന്ന് ഞാൻ വായിച്ചത് നമ്മുടെ ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഏശയ്യാവ് 38-ാം അധ്യായമാണ് വായിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് ഇഷ്ടപ്പെട്ടൊരു വചനം കിട്ടി. അതിന്റെ അകത്ത് ഹിസ്കിയാവിന് രോഗം പിടിക്കപ്പെട്ട് മരിക്കുന്ന ഇതായി അപ്പൊ ഈ ഹിസ്കിയാവിനോട് ഇത് നീ മരിക്കൂന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ചുമരോട് ചുണ്ട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. എന്റെ ദൈവമേ, നിനക്ക് അനിഷ്ടമായതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം 15 വർഷം ആയുസിനെ നീട്ടിക്കൊടുത്തിട്ട് അപ്പൊ ഇതിനെ എന്താ അടയാളം എന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ ഘടികാരം ഇതിൽ നിന്ന് 10 പടി കീഴ്പോട്ട് പോകുന്നു. അപ്പോ അത് വിശ്വസിച്ചു, അത് അവന് സംഭവിച്ചു. അപ്പൊ നമുക്ക് ഭൂരിഭാഗവും സംഭവിക്കുന്നത് നമ്മൾ വിശ്വാസക്കുറവ് വരുമ്പോഴാ പലതും നമ്മളിൽ നിന്നും ദൈവം ഇല്ലാതാക്കണേ. ഇപ്പൊ അത് വിശ്വസിച്ചു അവന് അത് 15 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുക്കും. അതെ, എന്താണോ ദൈവം പറഞ്ഞത് ചിലപ്പോ നമുക്ക് വിശ്വസിക്കാനേ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ദൈവം പറയുന്നത്. സ്വപ്നം കാണാത്ത കാര്യമാണ് പറയുന്നത്. അതെ, അത് സാറ കണ്ടില്ലേ, പ്രസവിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടും സാറയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തതുപോലെ ഒരു മകനെ സാറ ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ളതാണ്. അതുപോലെ ദൈവം എന്താണോ പറയുന്നത് അത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ അവിടെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. കടുമണി എന്ന് പറഞ്ഞാൽ കടുകുമണിക്ക് എന്താ ഗുണം? എല്ലാത്തിലും ചെറുതാണെങ്കിലും അതിന്റെ ഉള്ളില്
ഫുള്ള് ഫിറ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ അതിന് പോകാനൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ ചെറിയ ഇതുങ്ങൾക്കും കുറച്ച് ഇതൊക്കെ പോവാൻ. കടുകുമണ്ണിയുടെ നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാവില്ല. അതാണ് അതുപോലെയുള്ള വിശ്വാസം എന്നാ ബൈബിള് പറയുന്നത്. അതെ, അതുപോലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മഹത്വം കാണും. അതെ, തീർച്ചയായിട്ടും. അപ്രകാരം ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. എന്തോ വാക്യം പറയണോ? പറഞ്ഞു ആന്റി. പറയാട്ടോ. ഞാൻ ഇന്നലെ കാണാണ്ട് പഠിച്ചതാ, പക്ഷേ ഇപ്പൊ മറന്നു പോയി. നോക്കട്ടെ. സദൃശവാക്യങ്ങൾ 6:16. 6 കാര്യം യഹോവയ്ക്ക് അറപ്പാകുന്നു, 7 കാര്യം അവന് വെറുപ്പാകുന്നു. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ബന്ധപ്പെട്ട് ഓടുന്ന കാല്, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന് ഭയങ്കര വെറുപ്പാണ് അല്ലേ? അപ്പൊ ഈ ഒരു വെറുപ്പിലോട്ടൊന്നും നമ്മുടെ കാലം പോവാതെ ദൈവത്തിന്റെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഉള്ള ജീവിതം നയിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ ആന്റി? പോകാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. സോർ എന്ന രാജ്യം ഇരിക്കുന്നത് എവിടെയാണ്? അതിന്റെ അതിർത്തികൾ ഏതാണ്? സമൂഹ മധ്യേ ഇരിക്കുന്നു. നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. സരളമരം കൊണ്ട് അവർ. അല്ല ആന്റി, അതിന്റെ അതിർത്തി എവിടെ വരെയാണ്? അതും കൂടെ പറഞ്ഞാൽ മതി. അതിർത്തികൾ ഏതാണ്? അതിന്റെ അതിർത്തി ഏതാണ്? സമുദ്ര മധ്യയാണ് അതിരിക്കുന്നേ. ഓക്കെ, അതിർത്തി ഏതാണ്? സമുദ്രമധ്യേ ഇരിക്കുന്നു. ഓക്കെ, അതിന്റെ അതിർത്തി എവിടെയാണ്? സമുദ്രത്തിൽ തന്നെ. ശരി ഉത്തരമാണ് ആന്റി. സമുദ്രമധ്യേ, അതിർത്തി സമുദ്രം തന്നെ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷമായ ആന്റി? ദൈവകൃപയാൽ സന്തോഷം. നിങ്ങൾ വിളിക്കുമ്പോ തന്നെ ഞാൻ വളരെ സന്തോഷവതിയാ. ഓക്കെ ആന്റി, ആന്റിയുടെ ശബ്ദം കേൾക്കുന്നത് നമുക്ക് സന്തോഷാണ്. എല്ലാവരും അന്വേഷിച്ചു പറഞ്ഞാല് ആ ചാനല് എനിക്ക് അവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഒരുക്കട്ടെ. ഓക്കെ ആന്റി, എപ്പോഴെങ്കിലും വരിക, നമ്മളിവിടെ കാണും കേട്ടോ. ഓക്കെ, താങ്ക് യു ആന്റി. ബൈ. ഓക്കെ, എല്ലാവരും അന്വേഷിച്ചു പറഞ്ഞത് പറയാം ആന്റി, പറയാം. നമ്മളിപ്പോൾ വിളിച്ചത് അന്നമ്മ ആന്റി ആയിരുന്നു. ആന്റി വളരെ സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂ ജനറേഷനിലെ കുട്ടികൾ എന്താണ്, വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അഡാപ്റ്റ് ആയിട്ട് പോകാനായിട്ട് ഒത്തിരി താമസം എടുക്കും അല്ലേ? അതിനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ അമ്മമാരായാലും അച്ഛന്മാരായാലും ഈ കുഞ്ഞുങ്ങൾ ഈ ആൺമക്കളെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ സ്നേഹിച്ചും ലാളിച്ചും തന്നെയാണ് ഇപ്പോൾ ഓരോ പാരൻസും പെൺകുട്ടികളെ വളർത്തുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്ന് ജോലിയിലേക്ക് പോവുക, പെട്ടെന്ന് ഓരോ കുടുംബം നോക്കുക, ഇതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, 20 വയസ്സുള്ള ആൺകുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുക? അതുപോലെ 20 വയസ്സുള്ള അല്ലെങ്കിൽ 21 വയസ്സിൽ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലേ? ഒരു ഉത്തരവാദിത്വ ബോധം അവരുടെ മൈൻഡിൽ അടിച്ചേൽപ്പിക്കുകയാണല്ലേ? അതും എന്താണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ഇത്രയും സ്നേഹത്തോടെ പരിപാലനയിൽ വളർന്നൊരു പെൺകുട്ടി പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവളൊരു അമ്മയാവുകയാണെങ്കിലോ ബാധ്യതകൾ കൂടുകയാണ്. അതുപോലെയാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ളവർ തൻ്റെ തടിയെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും കളറിനെക്കുറിച്ചും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും നാൾ പുറംലോകമായിട്ടൊക്കെ നല്ല ഫിറ്റായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി ഒരു മുറിക്കകത്ത് തന്നെ ഒതുങ്ങുകയാണല്ലേ ആഫ്റ്റർ ഡെലിവറി. ആ ഒരു കുഞ്ഞുമായിട്ട് ഏത് സമയം കുഞ്ഞിൻ്റെ കരച്ചിൽ, ആ ഒരു ഒച്ചപ്പാട്, ബഹളം, ഉറക്കമില്ലായ്മ, ഇതെല്ലാം കൊണ്ട് അവളുടെ മാനസിക നില തെറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പം ആരായാൽ പോലും ഉറങ്ങിയില്ല, ഒരു 3-4 ദിവസം കണ്ടിന്യൂസ്ലി ഉറങ്ങാതിരുന്ന് നോക്കട്ടെ, അവരുടെ മാനസിക നില തെറ്റുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ, കുഞ്ഞിനെ ലാളിക്കണം, കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, ഇതൊക്കെ കൊണ്ട് അവൾ ആകെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ പെയിൻ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവൾ ആകെപ്പാടെ തളർന്നിരിക്കും. ഈ കുഞ്ഞിനെ നോക്കുന്ന അതേ കരുതൽ ഈ അമ്മയ്ക്കും കിട്ടണം എന്നുള്ളത്
തീർച്ചയായിട്ടും അത് അവളുടെ അവകാശം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ. കാരണം അത്രയേറെ ലാളിച്ചും സ്നേഹിച്ചും തന്നെയാണ് അവരുടെ പാരൻസും ആ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഥാനായിക നോക്കുകയാണെങ്കിൽ അവൾ വളരെ തടി വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ അവൾക്ക് സഹിക്കാൻ വയ്യാതെ എന്താണ് അവൾ എക്സസൈസ് ചെയ്ത് എങ്ങനെയും മെലിയണം, വണ്ണം കുറയ്ക്കണമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. ഒരുപാട് നാൾ ജോലിക്കൊന്നും പോവാതെ എന്തായാലും കുഞ്ഞിനെ നോക്കണം. അപ്പോൾ ആ ഒരു ജോലിയോട് കൂടെ അവൾ എക്സസൈസും തൻ്റെ ഫിറ്റ്നസ് ജേണി ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നന്നായിട്ട് ഒരു ചേഞ്ച് അവളുടെ ബോഡിയിൽ കാണാൻ സാധിച്ചു. അവളുടെ വയറെല്ലാം കുറയാൻ തുടങ്ങി, അവൾ നല്ല മെലിഞ്ഞ് സ്കെൽറ്റ് ആവാനായിട്ട് തുടങ്ങി. പഴയതുപോലെ ആയില്ലെങ്കിലും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ആയിട്ട് വരാനായിട്ട് അവൾക്ക് ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഈ ഒരു കാര്യം നാട്ടുകാർ കാണുവാണ്. അവൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ കണ്ടിട്ട് അയ്യോ നിനക്ക് എന്താ പറ്റി, നീ നല്ല മെലിഞ്ഞു പോയാലും ഇതെങ്ങനെ സംഭവിച്ചു, അവൾക്ക് അതിശയമാണ്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ച വചനമായിട്ട് റിലേറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ. അതായത് അവൾ ഈ വ്യായാമമൊക്കെ ചെയ്തത് ആരെയും കാണിച്ചു കൊണ്ടായിരുന്നില്ല, പകരം അവൾ രഹസ്യത്തിൽ അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് അവളുടെ വീടിനകത്തായിരുന്നു അവൾ ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് അത് പുറംലോകം കാണാനും അവളെ അഭിനന്ദിക്കാനും തുടങ്ങി അല്ലേ. അപ്പോൾ രഹസ്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബോഡിയിലും ഡെപ്പോസിറ്റഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തെത്തുമ്പോൾ നമ്മളിൽ നിന്ന് നാം പോലും അറിയാതെ പ്രകടമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലൂടെ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? മാഗി ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ആൻറ്റി, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: സോറിന്റെ വിനാശത്തിന്റെ നാളിൽ നീയും നിന്നിലുള്ള സകലരും വീഴുന്നത് എവിടെയാണ്? ശരി ഉത്തരമാണ് ആൻറ്റി, സമുദ്രമധ്യേ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തീരദേശങ്ങൾ നടുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ്? ശരി ഉത്തരമാണ് ആൻറ്റി, കപ്പിത്താന്മാരുടെ നിലവിളി കൊണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആൻറ്റി പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരാറുള്ളതാണ്. ആൻറ്റി ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? ഓക്കെ, പാടിക്കോ ആൻറ്റി. அசைவாடும் ஆவியே, வீணையின் ஆவியே, இடம் அசைய உள்ளம், நிரம்ப இறங்கி வாருமே. எடனடையா நிரப்பெரு நேதனத்தினாதியே, ஞானநடையா ஊற்றிடு மேகாதியே, அசைவாடும் ஆவியே, வீணையின் ஆவியே, இடம் அசைய உள்ளம், இரண்ட இறங்காருமே, இரண்ட இறங்காருமே. ഹലോ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ. നല്ല പാട്ടായിരുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എല്ലാ തണ്ടുവലിക്കാരും കപ്പൽക്കാരും കടലിലെ കപ്പിത്താന്മാരെല്ലാവരും കപ്പലുകളിൽ നിന്നിറങ്ങി കരയിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആൻറ്റി? കരയിൽ നിൽക്കും. അല്ല, അവരെന്ത് ചെയ്യും? കരയിൽ നിന്ന് എന്തോ ചെയ്യും അവര്? അവർ കൈപ്പോടെ ഉറക്കെ നിലവിളിച്ച് തലയിൽ പൂഴി വാരിയിട്ട് താരത്തിൽ കിടന്ന് ഉരുളും.
ഓക്കെ, ശരി ഉത്തരമാണ് ആൻറ്റി. അവർ ഉറക്കി നിലവിളിച്ച് കഠിന ദുഃഖത്തോടെ കരയുന്നു. ഓക്കെ, അപ്പം നമുക്ക് 4ാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? Yes. ഓക്കെ, അനുപേട്ട ആൻറ്റിക്ക് വാക്യം പറയാൻ താല്പര്യമുണ്ടോ? Yes. പറഞ്ഞു ആൻറ്റി. 1 Timothy chapter 2 verse 10. Women should themselves adorn with good works, not with broidered hair, gold, pearls, and costly dress. ഇന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, സൽപ്രവർത്തികൾ കൊണ്ട് സ്ത്രീകൾ തങ്ങളെ അലങ്കരിക്കണം. അതെ, നല്ലൊരു വചനമാണ് ആൻറ്റി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ആഡംബരവും ഒന്നുമല്ല, ദൈവത്തിൻ്റെ സൽപ്രവൃത്തി കൊണ്ട് വേണം സ്ത്രീകളുടെ മഹത്വം മറ്റുള്ളവർ തിരിച്ചറിയാൻ. എനിക്ക് നല്ലൊരു വചനമാണ് ആൻറ്റി. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാ. തങ്ങളുടെ ദുഃഖത്തിൽ സോറിനെ ചൊല്ലി അവർ ഒരു വിലാപം കഴിക്കും. എന്ത് പറഞ്ഞാണ് അവർ വിലപിക്കുന്നത്? സമുദ്രമധ്യം നശിച്ചുപോയ സോറിനെ പോലെ ഏതൊരു നഗരം? ശരി ഉത്തരവാണ് ആൻറ്റി. സമുദ്രമധ്യേ നശിച്ചുപോയ സോറിനെ പോലെ ഏതു നഗരമാണുള്ളത് എന്ന്. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻറ്റി. സന്തോഷമായില്ലേ? ഓക്കെ ആൻറ്റി, അപ്പോൾ വിളിച്ചാൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്ന മാഗി ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേ പെൺകുട്ടികളുടെ ആ ഒരു പ്രയാസമാണല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു മെൻ്റലി സ്ട്രെസ്സിന് ഒരു പരിധിവരെയും കാരണം അവരുടെ വീട്ടുകാർ തന്നെയാണ്. അപ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു തടിയും വണ്ണവും ആ ഒരു കളർ ചേഞ്ചും ഒക്കെ അവരുടെ ഹോർമോൺ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവരെ കൂടെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്താണോ, ഇപ്പം നമുക്കറിയാം ആ ഒരു യുവതി ആ വീട്ടിൽ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവളെ പ്രശംസിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ എന്താണോ രഹസ്യത്തിൽ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ബുക്ക് വായിക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ നല്ല വായനാശീലമുള്ള ഒരു വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇയാൾ നല്ല ദൈവവിശ്വാസിയായിട്ടുള്ള പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണെന്നുള്ള കാര്യം. അതുപോലെ ബാഡായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയൊക്കെ മോശമായിട്ടുള്ള പിശാചിൻ്റെ ആ ഒരു കെട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ പ്രവൃത്തിയിൽ നിന്നും നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും സംസാര ഭാഷയിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇയാൾ ദൈവത്തിനുള്ളവനല്ല, അയാൾ പിശാചിനുള്ളതാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വ്യക്തിത്വവും നമ്മുടെ പ്രവൃത്തിയിലും വിളങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചിന്താഗതിയിലൂടെയാണ് നമ്മുടെ വാക്കിൽ നിന്ന് ആ ഒരു പ്രവൃത്തി പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വഭാവം മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് നമ്മുടെ ആ ഒരു വാക്കിലൂടെയാണ്. ആ വാക്ക് വരുന്നത് നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് തന്നെയാണ്. ആ ചിന്താഗതി നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും ഒരുക്കട്ടെ, സഹായിട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.